ഗൈസ് എല്ലാവർക്കും മാസിഫ് ഗെയിംസിലേക്ക് വീണ്ടും സ്വാഗതം. ഇങ്ങനെ നമ്മൾ പോയി കമ്മൽ ശ്രമിക്കുന്നു ഒരു ഇന്ത്യൻ ഫോട്ടോ ആയിട്ടാണ് ശ്രമിക്കുന്നത്. ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് സ്പൈഡർമാൻ ആയിരിക്കും സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയായിരിക്കും സ്പൈഡർമാനെ. ഓക്കെ സാർ, നമ്മൾ സ്പൈഡർമാൻ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളെ ഇന്നൊരു നാട്ടിൽ ഈ ഒരു ഭയങ്കര മഴ ശല്യമാണ്. ഇത് എപ്പോഴാണ് നിൽക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോഴത്തേന് ഗൈസ് ഇപ്പം നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്, അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മഴ നിന്ന് ഇപ്പോൾ ഒരു വെയിൽ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ് അപ്പോൾ ഈ ഒരു മൂടിയ വണ്ടി വെച്ച് എനിക്ക് പോകാൻ പറ്റത്തില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ കാണും. അപ്പോൾ ഗൈസ് ഞാൻ ഈ ഒരു ക്ലോത്ത് അങ്ങോട്ടൊന്ന് ഊരി വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ അങ്ങോട്ട് അപ്ലൈ ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ആ ക്ലോത്തൊക്കെ ഒന്ന് ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരും കണ്ടിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മൾ പോകുന്നത് ഗരാജിലേക്കാണ്. എന്നിട്ട് അവിടെ നിന്ന് ഒരു കാർ എടുക്കണം. ഓക്കെ, ആ കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീപ്പായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനകത്ത് അടച്ചു മൂടിയതാണ്, ആരും എന്നെ കാണരുത്. അതാണ് എൻ്റെ ഗൈസിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഞാൻ സ്പൈഡർമാനാണ്, എല്ലാവരും എന്നെ വാർത്തക്കത്തിലും പിന്നെ ക്യാമറ വഴി എല്ലാവരും എന്നെ കാണും. അത് ഭയങ്കര സീനായതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് തന്നെ വരും. പിന്നെ എനിക്ക് മാത്രമേ എനിക്ക് സഹായിക്കാനേ ഉള്ളായിരിക്കും സമയം, അല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ സമയം കാണത്തില്ല. ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു വണ്ടി ഇവിടോട്ട് ഒതുക്കിയിട്ടിട്ട് നമുക്ക് അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ വണ്ടി എടുക്കാൻ വരും. അപ്പം നീ ആണെങ്കിൽ എൻ്റെ വെളിയിൽ കിടക്കുന്ന ഈ ഒരു ജീപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റോക്സ് അല്ല താറ് നീ എടുത്തോ. അപ്പോഴത്തേന് ഞാൻ വേറൊരു വണ്ടി എടുത്തിട്ട് ഞാൻ പൊയ്ക്കോളാം. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ പൊയ്ക്കോളാം. ബാക്കി എൻ്റെ പിള്ളേരൊക്കെ ഇപ്പോൾ ഉണ്ട്, അവരടുത്തും കൂടെ ഒന്ന് പറഞ്ഞ് അവരടുത്ത് പോപ്പറൊക്കെ പൊട്ടിച്ച് അവരൊന്ന് നിന്നെ ഒന്ന് ആശംസിച്ചിട്ട് നിന്നെ അവരൊന്നും ചെയ്യത്തില്ല, നീ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എടുക്കാൻ പോകുന്ന വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയാണ് ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ചെറിയൊരു ആഡൊക്കെ വരാം, അതാണ് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് 10K സബ്സ്ക്രൈബേഴ്സാണ് ലൈക്ക് ടാർഗറ്റാണ്. അപ്പോൾ നേരെ ഇപ്പോൾ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക, ബെല്ലൊക്കെ അടിച്ച് തകർക്കുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അപ്പോൾ ഗൈസ് ഇപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഗെയിം കളിക്കുന്ന ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വണ്ടി കണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ചെന്നിട്ട് നമ്മുടെ വണ്ടി അങ്ങോട്ട് എടുത്തേക്കാം. ഓക്കെ, അപ്പം നമ്മുടെ സ്പൈഡർമാൻ സൂട്ട് നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് തരേണ്ട, എന്തായാലും വണ്ടി അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്കത്ത് നമ്മുടെ വീട്ടിൽ കയറ്റിയിട്ട് നമുക്ക് സ്പൈഡർമാൻ സൂട്ട് ഇട്ടിട്ട് നമുക്ക് വണ്ടി തിരിച്ചെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ വണ്ടിയും കൊണ്ട് നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിലല്ല പോകുന്നത്. ഇപ്പോൾ ആദ്യം നമ്മൾ വീട്ടിലാണ് പോകുന്നത്. വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് ആ സൂട്ടൊന്ന് എടുത്തേ. സൂട്ട് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, എന്നാലും നമ്മൾ വണ്ടിക്കകത്ത് ഇടുന്നത് എനിക്ക് പറ്റത്തില്ല, കാരണം എനിക്ക് ഡ്രൈവ് ചെയ്യാനും ഇടാനും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ അല്ല. ഇതിനകത്തൊരു മോഡ്സ് അങ്ങോട്ട് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്കത് പറ്റത്തില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് തന്നെ പോയി. പിന്നെ ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോക്ക് വ്യൂസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നേരെ പോയി നിങ്ങളൊന്ന് കാണുക, അതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ നേരെ വിട്ടടിക്കുവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവ് 3D എന്ന് പറഞ്ഞ ഒരു ഗെയിം കളിക്കുന്നതായിരിക്കും. അതിനായിരുന്നു എനിക്ക് 20K വ്യൂസ്. ഓക്കെ, 20K വ്യൂസ് ആൻഡ് 154 ലൈക്സ് കിട്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ നിങ്ങൾ നേരെ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചേർക്കുക. ഗൈസ് നമ്മളങ്ങനെ സൂട്ട് അടിച്ചിട്ടുണ്ട്, മ്യൂസിക് വേണ്ട. ഓക്കെ, ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചാടുന്ന സീനാണ്. ഇപ്പോൾ ചാടിക്കഴിഞ്ഞാൽ എല്ലാവരും ഇത് പറക്കുന്നത് കാണും. അപ്പോൾ നമുക്ക് നൈസായിട്ട് നമ്മുടെ വണ്ടിക്കകത്ത് കയറിയേക്കാം. ഗേസ് അപ്പം നമ്മൾ നേരെ വണ്ടിക്കകത്ത് കയറ്റിട്ട് നമ്മൾ ഡ്രിഫ്റ്റൊക്കെ അടിച്ച് നമ്മളങ്ങോട്ട് റെക്കട്ട്. ഓക്കെ, നൈസായിട്ട് നമ്മുടെ വണ്ടിക്കകത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുണ്ട്. സീനല്ല കണ്ട, ഈ നശിച്ച മഴ കാരണമാണ് എന്നെ അവർ വിളിച്ചത്. എന്തോത്തിനാന്ന് എനിക്കറിയത്തില്ല. നമുക്കൊന്ന് പോയി ചോദിച്ചു നോക്കാം എന്താ പറ്റിയ സാറേ എന്ന്. ഗൈസ് അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ അങ്ങോട്ട് നമ്മൾ മാപ്പൊക്കെ വെച്ച് നമ്മൾ പോവുകയാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു മാപ്പ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനകത്ത് വണ്ടി കയറ്റാം. അപ്പോൾ നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാം. സാറാണ് സാറേ, അതിലെ പത്രത്തിലൊക്കെ നമ്മൾ മെസ്സേജ് കണ്ടായിരുന്നു. നമ്മൾ ഈ നശിച്ച മഴ കാരണം എന്തൊക്കെ നഷ്ടപ്പെടത്തില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പെടുന്നത്, എന്താണ് ഇതിൻ്റെ കാരണം സാറൊന്ന് പറയാമോ? ഞാനാണ് സ്പൈഡർമാൻ, ഈ ഒരു സിറ്റിയിലെ രക്ഷകനാണ്. ഓക്കെ, എനിക്ക് പറക്കാനൊക്കെ കഴിയും. ഓക്കെ, നിന്നെക്കുറിച്ച് ഞാൻ വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ട്. നിന്നെക്കുറിച്ച് ഒരു വട്ടം അങ്ങനെ വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിനക്ക് വേണ്ടി നീ എന്നെ സഹായിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പം ഞാൻ അതിനാണ്
വാർത്തകളിലൊക്കെ ഇട്ടത്. അപ്പം നീ എന്നെ സഹായിക്കുമല്ലോ അല്ലേ? സാറേ ഞാൻ സഹായിക്കാം സാറേ, ഉറപ്പാണ് ഞാൻ സഹായിക്കാം. അപ്പം നീ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു ഫോറസ്റ്റിൻ്റെ അകത്ത് ഒരു വീടുണ്ട്. ആ ആ ആ ആ സാറേ, ഒരു വീടുണ്ട്. ആ വീട്ടിനകത്ത് എന്തോ ഒരു ദുഷിച്ച എന്തോ ഉണ്ട്. അപ്പം നീ അത് പോയി കണ്ടുപിടിക്കണം. അതാണ് നിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ സാറേ, അതെന്ത് സംഭവം എന്ന് വെച്ചാൽ അവിടെ ഒരു കല്ലുണ്ട്. ആ കല്ല് നീ എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് പോയി നീ അത് എങ്ങനെയെങ്കിലും നീ സ്വന്തമാക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു നശിച്ച മഴ തീരത്തുള്ളൂ. സാറേ ഇതാരാ പറഞ്ഞത്? അതൊരു കാട്ടിലൊരു നല്ലൊരു മന്ത്രവാദി പറഞ്ഞേ. മന്ത്രവാദി അല്ല, മന്ത്രവാദിനി. മന്ത്രവാദിനി. സാറേ ഓക്കെ, ശരി. അപ്പം ഞാൻ പോയിട്ട് വരാം. ഓക്കെ സാറേ. നശിച്ച മഴ എന്ന് തീരും? അത് നമ്മളെ വെതറൊക്കെ വെച്ച് നോക്കിയപ്പം ഒരു വർഷമെങ്കിലും ഈ മഴ ഇങ്ങനെ നിൽക്കും. ഒരു വർഷമോ? അത് വേണ്ടെങ്കിൽ പെട്ടെന്ന് പോയി അതിനങ്ങ് ചെയ്യും. ഓക്കെ സാറേ. ഗൈസ്, അപ്പം നമ്മുടെ ഈ ഒരു സാറ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ നശിച്ച കാട്ടിൻ്റെ അകത്ത് ഇവിടെ ഉണ്ടെന്നാ. ഗൈസ്, അപ്പം നമുക്ക് ഈ ഒരു വണ്ടി ഇവിടോട്ട് ഒതുക്കിയിട്ട് നമുക്കിനി പറക്കാം. കാരണം എല്ലാവരും കണ്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല. എന്നാലും നമുക്കൊന്ന് പോയേക്കാം. നമ്മുടെ ഈ ഒരു വണ്ടി നമ്മളിവിടെ ഒതുക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് തന്നെ പോവാം. നമ്മുടെ ഈ ഒരു ഫോറസ്റ്റ് ഇവിടെ തൊട്ടടുത്താണ്. അടുത്തല്ല, കുറച്ച് ദൂരം കാണും. കുറച്ച് ദൂരം ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ സ്പൈഡർമാനായിട്ട് നമ്മൾ പറക്കുകയാണ്. ഓക്കെ, എനിക്കും ഈ പറക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നമ്മളെങ്ങനെയൊക്കെയോ നമ്മളിങ്ങനെ നമ്മുടെ ഒരു കഴിവിനനുസരിച്ച് ഗൈസ്. അതുകൊണ്ട് നമ്മുടെ വീട് കാണുന്നത് ഗൈസ്. ഇതൊരു കാടിലുണ്ട്. എനിക്കൊരു കഴിവനുസരിച്ചാണ് ഞാൻ ഇഷ്ടപ്പെട്ടൊരു വീട് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീട്ടിലോട്ട് ഞാൻ നേരെ ലാൻഡ് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, എങ്ങനെയൊക്കെ ലാൻഡ് ചെയ്യാമെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് ലാൻഡ് ചെയ്യാണ്. ഓക്കെ, ഇങ്ങോട്ട് എങ്ങനെ ലാൻഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് ഓടിച്ചില്ല. ഓക്കെ ഗൈസ്, ഇവിടെയൊക്കെ പുലിയും സിംഹമൊക്കെ കാണാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ അകത്ത് എൻട്രൻസ് ഇല്ല ഗൈസ്. ഓക്കെ, ഈ ഒരു വഴിയാണ് കയറണമെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, എന്തോന്നും എനിക്കറിയത്തില്ല ഗൈസ്. ഇങ്ങോട്ട് വഴിയില്ല. യെസ് ഗൈസ്, ഇപ്പോൾ ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. ഞാൻ ഈ വഴിയോട്ട് കയറുവാണ് സുഹൃത്തുക്കളെ. എൻ്റെ ശബ്ദം കുറവായിരിക്കും ഗൈസ്. ഇത് വെളിയിലോട്ടുള്ള എന്തോ ഒരു വഴിയാണ്. ഈ റൂം അടച്ചിട്ടേക്കുവാണ്. അതെ, നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, ഇവിടെ ഒരു കിച്ചണാണ്. ഇവിടെ എല്ലാം അടച്ചിട്ടേക്ക് ഗൈസ്. ചോര, ബ്ലഡ്. കുറേ നാൾ ഇവിടെ ചോര കിടന്ന് ബ്ലഡ് ആയിക്കോണ്. അതുകൊണ്ട് ഇവിടെയുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നത്. നമുക്ക് മേലത്ത് നല്ല പോയി നോക്കാം. ആരും വരണ്ട, ശബ്ദം കുറച്ച് വെച്ചേക്കാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ മേലെ വന്നിരിക്കുകയാണ്. ഈ ഡോറും ലോക്കാണ് ഗൈസ്. ഓക്കെ, ഇങ്ങോട്ട് പോവാം. ഈ ഡോർ ലോക്കാം ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു കല്ല് കിട്ടിയിരിക്കുകയാണ്. വീട് ഞാൻ എടുത്തില്ലായിരുന്നു. നമുക്കൊരു കല്ലിപ്പം ഇവിടെ ഈ വീട്ടിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഈ വീട് ദുഷിച്ച വീടാണെന്നാണ് നമ്മുടെ പോലീസുകാർ പറഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയേക്കാം. ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ലെന്നാണ് പോലീസുകാർ പറയുന്നത്. അടി സിംഹവും പുലിയൊക്കെ കൊള്ളണം. ഞാൻ കണ്ടായിരുന്നു ഇപ്പോൾ ഒരെണ്ണത്തിന് ചാടി വന്നപ്പോഴത്തേന്. മോനി, സ്പൈഡർമാൻ ഈസ് ദി വേൾഡ്. ഓക്കെ ഗൈസ്, അങ്ങനെ അപ്പം നമ്മൾ അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം എനിക്കൊരു കല്ല് കിട്ടിയിരിക്കുകയാണ്. ആ കല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു മനുഷ്യൻ്റെ കല്ലാണെന്നാണ് നമ്മുടെ പോലീസുകാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ മനുഷ്യൻ്റെ കല്ല് എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നമ്മുടെ ഈ ഒരു ഭൂമി നശിക്കാൻ അതിനെന്താണ് ഇത്രയ്ക്ക് ധാരാളം എന്ന് എനിക്കൊന്ന് അറിയണം ഗൈസ്. ഓക്കെ, അപ്പം അതിനു വേണ്ടി ഞാൻ പോവുകയാണ് ഗൈസ്. സാറേ എനിക്ക് ആ കല്ല് കിട്ടിയിട്ടുണ്ട്. ആ കല്ലിൻ്റെ അവിടെ എന്തോ ഒരു അക്ഷരം നീ കാണുന്നുണ്ടോ? സാറേ, ജാക്ക് എന്നതിനകത്ത് എഴുതിയിരിക്കുന്നത്. പൊട്ടാ, ജാക്കല്ല, അതിനകത്ത് എഴുതിക്കുന്നത് നീ നോക്ക്. സാറേ, ഇതെൻ്റെ വീട്ടിലൊരു ചെറുക്കൻ്റെ പേരുണ്ട് സാറേ. ഇതെനിക്കറിയാം സാറേ, ഇതെൻ്റെ വീട്ടിലെ ചെറുക്കൻ്റെ പേരാ. എന്നാലേ ആ ചെറുക്കനെ ഇതിന് കാര്യം. ആ ചെറുക്കനെ മഹാപ്പന ചെറുക്കനാ. അവനാണെങ്കിൽ മന്ത്രവാദിനെ കണ്ട് അവന് എക്സാമിന് തോറ്റായിരുന്നു. ടീച്ചർമാരെല്ലാം കൊന്നവൻ. അവൻ ഇപ്പോൾ കുഴിച്ച് മൂടിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവനെ കൊണ്ടുവന്ന് ഇല്ല, അപ്പുറത്തെ സ്റ്റേജിലുണ്ട്. അവിടെ ആ മഴയും വെയിലും കൊണ്ട് അവൻ പഠിക്കട്ടെ. സാറേ, നീ വേണമെങ്കിൽ പോയി ജയിലൊന്ന് കണ്ടോ? ഓക്കെ സാറേ, ഓക്കെ ഗൈസ്. അപ്പം അവനെ പിടിച്ച് കൊടുക്കണമെന്നാണ് നമ്മുടെ സാറ് പറഞ്ഞിരിക്കുന്നത്. എടാ, ഈ കഷ്ടം. അവൻ ചിരി വെയിലും മഴയും കൊണ്ട് അവൻ ചാവും. ഷിറ്റ്.
ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് അവനെ പോയി കൊണ്ടുവരാം. അവനറിയാം ഞാൻ സ്പൈഡർമാൻ ആണെന്ന്. ഗൈസ് സാറേ, അപ്പം ഞാൻ അവനെ പോയി കൊണ്ടുവരട്ടെ? നീ പോയി കൊണ്ടുപോ. പിന്നെ നീ പോകുമ്പം പോലീസ് ജീപ്പിൽ പോ. ഓക്കെ സാറേ, ഞാൻ പോലീസ് ജീപ്പിലൊന്നും കയറത്തില്ല. ഇനി എന്നാലും കൊണ്ടുപോ, കയറാൻ നോക്കാം. ഓക്കെ സാറേ, നമുക്ക് പോലീസ് ജീപ്പിൽ കൊണ്ടുപോകാൻ ശ്രമിക്കാം. ഗൈസ്, അപ്പം നമ്മുടെ സാറ് പറഞ്ഞിട്ടുള്ളത് പോലീസ് ജീപ്പിനകത്ത് കൊണ്ടുപോകാനാണ്. അവൻ കയറുമെന്ന് എനിക്കങ്ങനെ ഒരു ഇതില്ല. ഓക്കെ, അവൻ കയറുമായിരിക്കാം. അവൻ ചിലപ്പോഴേ അവൻ കയറും, എനിക്ക് സാധ്യതയില്ല. ഗൈസ്, അപ്പം നമുക്കങ്ങനെ പോലീസ് കാറിൽ പോകാനാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം പോലീസിൻ്റെ ജീപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം. എനിക്ക് പോലീസാകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പോലീസിൻ്റെ ജീപ്പ് എടുത്തിട്ടാണ് പോകുന്നത്. നശിച്ച മഴ. എനിക്ക് ഉറപ്പാണ് നമ്മൾ വണ്ടി കയറത്തില്ലെന്ന്. വണ്ടി ഇവൻ ഒരിക്കലും കയറത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് പോലീസ് വണ്ടി കയറുന്നത് ഇഷ്ടമല്ല. കാരണം ഇവന് പോലീസ് വണ്ടി ഭയങ്കര പേടിയും കൂടെയാണ്. അപ്പോൾ ഇവൻ എന്തായാലും ഉറപ്പായിട്ടും പോലീസ് വണ്ടി കയറത്തില്ല. അതിന് ഞാൻ 100% ഞാൻ ഉറപ്പ് പറയുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇവനെ പെയ്യെ വണ്ടിക്കകത്ത് ഇവനെ എങ്ങനെയെങ്കിലും കയറ്റാൻ നോക്കാം. രാത്രി ആകുമ്പോൾ മഴയൊക്കെ ഉണ്ടോ? നേരെ സൈറനുണ്ട്. പിടിക്കണം ഞാൻ. ഒന്നുമില്ല, ഞാൻ വന്ന വണ്ടിയാടാ അത്. ഞാൻ അതിനകത്ത് വന്ന വണ്ടിയാണ്. നീ വാ അതിനകത്ത് കയറിക്കോ. അതിനകത്ത് പേടിക്കാനൊന്നുമില്ല. നീ വന്ന് അതിനകത്ത് കയറിക്കോ, ഒരു കുഴപ്പമില്ല. വാ. ഇല്ല, ഞാൻ കയറത്തില്ല. എനിക്ക് പോലീസിൻ്റെ വണ്ടി പേടിയാണ്. ഞാൻ എൻ്റെ അടുത്ത് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് പേടിയാണ്. നീ പെട്ടെന്ന് കയറി. പെട്ടെന്ന് വാ. നീ വാടാ, അങ്ങോട്ട് കയറി. പെട്ടെന്ന് കയറി. എനിക്കില്ല, എനിക്ക് പേടിയാണ് പോലീസിനാണ്. നിനക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് പോലീസിൻ്റെ വണ്ടി പേടിയാണ്. പോലീസിൻ്റെ വണ്ടി പേടിയാണ് എനിക്ക്. പോലീസ് വണ്ടി പേടിയാണ്. ഞാൻ കയറത്തില്ല. വേണമെങ്കിൽ വേറെ വണ്ടിക്കകത്ത് എങ്ങനെ കയറാം. ഓക്കെ ഗൈസ്, അങ്ങനെ അവൻ സമ്മതിക്കത്തില്ലെന്ന് എനിക്ക് നല്ലോണം അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഹാൻഡിൽ ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് ഈ പോലീസിൻ്റെ വണ്ടിയിൽ പോകുന്നത് നമുക്ക് ഇച്ചിരി റിസ്ക്കാണ്. അപ്പോൾ നമുക്ക് ഇവനെ ഈ ബൈക്കിനകത്തോട്ട് കൊണ്ടുപോവാം. നമ്മുടെ ഈ ഒരു യൂണിഫോം നമുക്ക് എന്തായാലും ഒന്ന് ഊരി വെച്ചേക്കാം. ഇല്ലെങ്കിൽ നാട്ടുകാർ കണ്ട് നമ്മളെ വഴക്ക് പറയും. പിന്നെ നമ്മൾ കേസിലാവും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിങ്ങനെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. കയറ്. പെട്ടെന്ന് പോവാം, കയറ്. എന്നാ ആ വണ്ടിയുടെ സൈലൻ ഓഫ് ചെയ്യണം. എനിക്ക് പേടിയാണ്. അതൊക്കെ ചെയ്ത് പേടിക്കണം, അതൊന്നും കുഴപ്പമില്ല. നീ വണ്ടി കയറി വാ. ഓക്കെ, നമ്മൾ ഗൈസ് അപ്പം അങ്ങനെ വണ്ടി കയറിയിട്ടുണ്ട്. ഈ പൊട്ടാൻ വണ്ടി കയറി ഇവനെ നേരെ നമ്മൾ ജയിലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവനെ അറിയത്തില്ല. ഇവൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്തായാലും ഉറപ്പായിട്ടും വരത്തില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഇവനെ കൊണ്ടുപോയിട്ട് നമുക്ക് IPSൻ്റെ ഒരു സ്ഥാനം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പോലീസ് സ്റ്റേഷൻ നമുക്ക് നേരെ കൊണ്ടുപോയി നമുക്ക് ചോദിക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് പറക്കുവാണ്. എടാ, നീ എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ വന്നേ? അതെനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു, അതുകൊണ്ടാടാ. വാ, നീ ഒന്നുമില്ല, ഇവിടെ പേടിക്കാനൊന്നുമില്ല. വാ, ഇറങ്ങ. വാ. ഈ പോലീസ് സ്റ്റേഷനിൽ ഫെസ്റ്റ് നടക്കുന്നുണ്ടാ, വലിയൊരു സ്ഥലമാണ്. അവിടെ ഞാൻ കാണിച്ചായിരുന്നു. നീ ഓടി വാ. പെട്ടെന്ന് വാ. ഓടി വാ. നമ്മുടെ പോലീസുകാരൊന്നും നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, പെട്ടെന്ന് വാ. കയറി. എനിക്ക് കയറാൻ പറ്റുന്നില്ല. നീ ഇങ്ങനെ കയറിയേ. ഓടി വാ. എന്തോന്ന് പറയടാ നീ? ഒന്നും എനിക്കറിയത്തില്ല. എടാ, നീനെ ജയിലിട്ട് അടച്ചിട്ട് പോവാനോ? നീ വെറും കുറ്റവാളിയാണെന്ന് എനിക്കറിയാടാ. അതുകൊണ്ട് നിന്നെ ഞാൻ ജയിലിൽ ഇട്ടേക്കാം. ഇനി നീ ഒരിക്കലും ഇവിടെ നോക്കത്തില്ല. എടാ, നിന്നെ ഞാൻ കൊല്ലുവാടാ. എനിക്ക് ചിരിക്കണ്ടാ. ഡോ ഇയാൾ കൊണ്ടുപോയി പോലീസ് വണ്ടി എന്തി? സാറേ, ഇവൻ കയറത്തില്ല. ആ വണ്ടി അത് കുഴപ്പമില്ല. ഇയാൾക്കിപ്പോൾ ഇവിടുത്തെ ഇയാളൊരു IPS ആണ്. ഓക്കെ സാർ. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ബൈ.